ഇന്ത്യൻ ഫുട്ബോളിൽ ഏകദേശം കെട്ടടങ്ങിയ പ്രശ്നങ്ങൾ ഇതാ വീണ്ടും തലപൊങ്ങി തുടങ്ങിയിരിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISL ക്ലബ്ബുകളെ എല്ലാം കേന്ദ്ര കായിക മന്ത്രാലയം ഇടപെട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ISL കളിക്കാൻ സമ്മതിപ്പിച്ചത്. പക്ഷേ അവർ രേഖാമൂലം അതിന് തങ്ങളുടെ ക്ലിയറൻസ് കൺഫർമേഷനായിട്ട് നൽകിയിട്ടില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ കൺഫർമേഷൻ നൽകിയില്ല എങ്കിൽ എല്ലാ ക്ലബിനെയും അടിച്ച് താഴോട്ടിടും എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിലവിലെ സ്റ്റാൻഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ FC, ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 6 ക്ലബ്ബുകളാണ് ഫൈനൽ കൺഫർമേഷൻ നൽകാൻ ഇനി പെൻഡിങ് ഉള്ളത്. ഇന്ന് തന്നെ അവർ കൺഫർമേഷൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനിടെ ഒഡീഷ FC ഒരു ലെറ്റർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ലീഗ് നടക്കുന്നത് കൊണ്ട് ക്ലബ്ബുകൾക്കും സാമ്പത്തികമായിട്ട് കുറച്ച് പരാധീനതകളുണ്ട്. അതുകൊണ്ട് എൻട്രി ഫീസ് എന്ന 1 കോടി രൂപ ഒഴിവാക്കണം. അതുകൂടാതെ ഇതിനുള്ള അപ്രോക്സിമേറ്റ് എന്താണ് പറയുന്നത് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടു കൂടി കണ്ടുപിടിക്കണം. അതുകൂടാതെ താരങ്ങളെല്ലാം ലോണിൽ പോയത് കൊണ്ട് തന്നെ കോമ്പിറ്റൻസി ഈ ഒരു ലീഗിൽ ഇത്തവണ ഉറപ്പുവരുത്താൻ പറ്റാത്തത് കൊണ്ട് അവസാന സ്ഥാനത്ത് എത്തുന്നവരെ റെലഗേറ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് ഒഡീഷ FC ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിലപാട് ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. എൻട്രി ഫീസ് 1 കോടി രൂപ അങ്ങനെ തന്നെ വേണം എല്ലാവർക്കും. മീൻസ് ഈ 6 ക്ലബ്ബുകൾക്കൊഴികെ മറ്റുള്ളവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള നിലപാടിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിൽക്കുന്നത്. അപ്പം ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ കൺഫർമേഷൻ നൽകണം എന്നതൊരു അന്ത്യശാസനമായിട്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ കൺഫർമേഷൻ നൽകിയില്ല എങ്കിൽ കുറേ ക്ലബ്ബുകൾ ലീഗിലോട്ട് തരം താഴ്ത്തപ്പെടും. ലീഗിൽ തരം താഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിച്ച് ടോപ്പ് ഡിവിഷനിലേക്ക് വരിക. ഇതൊക്കെ മണ്ടത്തരം തന്നെയാണ്. ഇത്രയും ക്ലബ്ബുകൾ ലീഗിലോട്ട് തരം താഴ്ത്തലൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്തുവായിരുന്നു ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അറിയാം.